എമിറേറ്റ്സ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തതല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്? ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സിന്റെ എല്ലാ ഡ്രോയുടെയും റിസൾട്ട് കൃത്യമായിട്ട് ഈ ചാനൽ ത്രൂ ഞാൻ അറിയിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എമിറേറ്റ്സ് സ്റ്റോപ്പ് ചെയ്തതാണ്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് എമിറേറ്റ്സ് താൽക്കാലികമായിട്ട് യുഎയിൽ സ്റ്റോപ്പ് ചെയ്ത സമയം ഞാൻ വീഡിയോ ഇട്ടതാണ്. അതിനുശേഷം എമിറേറ്റ്സ് റെസ്യൂം ചെയ്തിട്ടുള്ള കാര്യം ഞാൻ തന്നെ ഈ ചാനൽ ത്രൂ അറിയിച്ചതാണ്. പക്ഷേ ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടില്ല. അതായത് യുഎയിൽ ഇപ്പോഴും താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിന് വേണ്ടി എമിറേറ്റ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ എമിറേറ്റ്സ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതിൽ നിന്ന് വിൻ ചെയ്ത ആൾക്കാരും യുഎക്ക് പുറത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് എമിറേറ്റ്സ് ഇപ്പോഴും അവര് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ കാണാത്ത ആൾക്കാർക്കാണ് ഈ സംശയം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും എമിറേറ്റ്സ് യുഎയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. അത് അവർ റെസ്യൂം ചെയ്യുന്ന സമയത്ത് ഈ ചാനൽ ത്രൂ ഞാൻ അറിയിക്കുന്നതാണ്. GCGRAയുടെ റൂൾ പ്രകാരമാണ് യുഎയിൽ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് എല്ലാവരും. അടുത്ത വീഡിയോ കാണുവരെ ബൈ.